പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തേമ്പല എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. ആ കാഴ്ച നമ്മൾ പകർത്തുകയാണ്. ക്യാറ്റ് ക്ലോസ് എന്ന് പറയുന്ന പൂക്കളിലെ വർണ്ണ ഉത്സവമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് മഞ്ഞപ്പൂക്കളുടെ വസന്തം വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാ വർഷവും ഇത് പൂക്കാറുണ്ട്. നമ്മൾ അന്നേരം വീഡിയോ എടുക്കുന്ന സ്വഭാവമില്ലായിരുന്നു. അപ്പം ഈ പൂക്കളെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ബ്യൂട്ടിഫുൾ. ഓക്കെ. ഈ അടുത്ത പ്രദേശങ്ങളിൽ നല്ലൊരു കാഴ്ചയാണ്. ഓക്കെ. ബോബി ടോം പൊട്ടംകുളത്തിൻ്റെ കുടുംബസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തിന് ചുറ്റുമുള്ള ആ മതിലാണ്. ആ മതിലിൽ കയറ്റിപ്പിട്ടിരിക്കുന്ന ചെടികളാണ് നമ്മൾ ഈ അതിമനോഹരമായ പൂക്കളുടെ വസന്തം, വർണ്ണ വസന്തം. നമ്മുടെ ഈ പൂക്കളുടെ വീഡിയോ എടുക്കാൻ വന്നാ, ഈ പൂക്കളുടെ വീഡിയോ, മഞ്ഞപ്പൂക്കളുടെ വീഡിയോ എടുക്കാൻ വന്നാ. ഇവിടെ നല്ല പ്രകൃതിയല്ലേ, നല്ല പ്രകൃതി ആസ്വദിക്കാം. നല്ല സുന്ദരമായ കാഴ്ച. എല്ലാ വർഷവും പൂക്കുന്നല്ലേ? വർഷമായിട്ട് നല്ലപോലെ ഇവര് കിഴക്കിന്ന് അവിടുന്ന് കൊണ്ടുവന്ന ചെടിയായത്. ആദ്യം ശകലേ ഉള്ളായിരുന്നു. അവിടെ തൊട്ട് ഇവിടം വരെ നല്ല രീതിയിൽ അവര് ഒത്തിരി മെനക്കെട്ട് ചെയ്തു. നല്ല പണിയാ. ആദ്യം തേക്കിന്റെ മുകളിലും കാഴ്ച കിടക്കുന്നുണ്ട്. കയറി പോയില്ലേ? ഇനി അങ്ങേ വശത്തോട്ടും അവര് വെക്കാൻ പോവാ. എല്ലാം നല്ല സുന്ദരമായ കാഴ്ച. സുന്ദരമായ കാഴ്ച. ഈ കാഴ്ചകൾ അങ്ങനെ കുറവാണ് നമ്മളെ അടുത്ത ലൊക്കേഷനില്. ഇത് ഭയങ്കര കുറവാണ്. നല്ല സീനറി. ഓക്കെ ഓക്കെ, ശരി എന്നാ. അപ്പോൾ സത്യത്തിൽ വർണ്ണ വസന്തം ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, ഈ മഞ്ഞ പൂക്കളുടെ വർണ്ണ വസന്തം ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ ഇവിടെ വണ്ടി നിർത്തി ഇത് ആസ്വദിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ തേമ്പഴ ഭാഗമാണിത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വണ്ടി നിർത്തി ഇതിൻ്റെ വീഡിയോകൾ പകർത്താനും ഇത് ആസ്വദിക്കാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അവരുടേതായ അഭിപ്രായം. ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും മിക്കവാറും ഉണ്ടാകാറുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ആസ്വാദ്യകരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് ഇവിടെ വന്ന് വണ്ടി നിർത്തുന്നു, കാണുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്, കാഴ്ചയാണ് ഉള്ളത്. വർണ്ണക്കാഴ്ച എല്ലാ വർഷവും പൂക്കാറുണ്ട്. ഇതൊരു സത്യത്തിൽ നമ്മുടെ മൂന്നാറിൽ നീലക്കുറിച്ചി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അത് 12 വർഷത്തിലൊരിക്കലാണ് ഇത് എല്ലാ വർഷവും പോകുന്ന ഒരു മഞ്ഞക്കുറിഞ്ഞി അല്ലേ? അതെ, മഞ്ഞക്കുറിഞ്ഞി. അപ്പോൾ ശരി, സന്തോഷം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വന്നാലേ ശരിയാകത്തുള്ളൂ. ഇത് പൂത്ത് മുഴുവനായിട്ടില്ല. അപ്പോൾ നമ്മളിതിന് ചേർന്ന് നിന്നുള്ള വ്യൂ അല്ലേ ഇതിന് മുമ്പ് തന്നത്. ഇച്ചിരി അകന്ന് നിന്ന് ഇതിൻ്റെ ആ വീഡിയോയുടെ മനോഹാരിത, അല്ലെങ്കിൽ ആ പൂക്കളുടെ മനോഹാരിത പങ്കുവയ്ക്കാം. ആ മരത്തിൻ്റെ മുകളിൽ വരെ ഉണ്ട്, തേക്കിൻ്റെ മുകളിൽ വരെ ഉണ്ട്. എടാ, ചോദിക്കാൻ പറയുക പോലെ ചെയ്യാതെ ഷൂട്ടിങ്.
ആണോ ആണോ? നമ്മുടെ സുഹൃത്തായ റെനി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വർണ്ണപ്പകിട്ട് ആസ്വദിക്കാൻ വേണ്ടി എത്തിയതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ഞാൻ വാക്ക് ചോദിക്കാം. താങ്കളുടെ ഈ പൂക്കളെക്കുറിച്ച് കണ്ടിട്ട് എന്താണ് നമ്മുടെ മനോഹാരിത എന്ത് പറയുന്നു? ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വർഷങ്ങളിൽ ചില വർഷങ്ങളിൽ മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ. ഇത് പൂട്ടിക്ക് പഞ്ചായത്തിൽ മാത്രം കണ്ടുവരുന്നൊരു തരം പൂവാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഇവിടെ നമ്മളിവിടെ ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കൂട്ടിക്കൽ പഞ്ചായത്തിലെ തേമ്പഴയുള്ള വർണ്ണ വസന്തം ആസ്വദിക്കാൻ സത്യത്തിൽ ഒരുപാട് ആൾക്കാരാണ് എത്തുന്നത്. അപ്പം നമ്മുടെ നാട്ടുകാരനായ സൈച്ചേരോട് നമുക്ക് അഭിപ്രായം ചോദിക്കും. 2 വർഷം മുമ്പേ ഇതുപോലെ വന്നാൽ കഴിഞ്ഞ കൊല്ലം കുറച്ചേ ഉള്ളായിരുന്നു. ഈ കൊല്ലം വീണ്ടും ഇതിൽ കൂടുതൽ പൂക്കുമായിരിക്കും. അതിൻ്റെ മുട്ടിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ഈ ഭാഗം കൊണ്ട് കൂടുതലുണ്ട്. അങ്ങനെ സാധനം കൊണ്ട് പൂത്ത് വരുന്നുള്ളൂ. ആ പൂക്കളുടെ വസന്തം കാണാൻ വേണ്ടി ഇറങ്ങിയാണ്, ഇതിന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയാണ്. താങ്കളെ കൂടെ യാത്ര? ഞങ്ങൾ എന്ത് എന്ത് പറയുന്നു പൂക്കളുടെ വസന്തം കണ്ടിട്ട്? നല്ല ഭംഗിയല്ലേ? നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇത് മുഴുവൻ പോകുമ്പോൾ കാണാൻ എന്നാ രസമായിരിക്കും. ഇതിങ്ങനെയാണെങ്കിൽ അത് ശരി. നമ്മുടെ പ്രിയങ്കരനായ സനിയുടെ വാഹനത്തിൽ ആണ് ഞാനിവിടെ എത്തിയത്. അദ്ദേഹത്തോടുള്ള ആ നന്ദിയും കിടപ്പോടെ നമ്മൾ രേഖപ്പെടുത്തുന്നു. നമ്മുടെ സുഭാഷ് സാർ ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സുഭാഷ് സാറ് മഞ്ഞപ്പൂക്കളുടെ എല്ലാം മനോഹാരിത സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നിറങ്ങിയിരിക്കുക. സാറേ, എന്നാണ് നമ്മൾ ഈ സന്തോഷം, ഈ പൂക്കൾ കണ്ടിട്ടുള്ള സന്തോഷം എന്നാ ഒന്ന് പങ്കുവെച്ച്? മനോഹരമായ രീതിയിൽ അലങ്കൃതമാക്കിയിരിക്കുന്നു. സാറിന് എവിടെയായിരുന്നു ഡ്യൂട്ടി? പിള്ളേർക്ക് പരീക്ഷയൊക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. നമ്മുടെ സ്കൂളിലെ പിള്ളേർ വിളിക്കുകയല്ലോ ചെയ്തോ? ശരി. നമ്മുടെ ഇവിടുത്തെ പിള്ളേർ പറഞ്ഞത് അവർക്ക് സമയം തികഞ്ഞിരുന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അത് വേറെ ഒന്നും പറഞ്ഞില്ല, ടീച്ചർമാരും പറഞ്ഞു.
പിള്ളേരെ കൊടുത്തല്ല ഫോട്ടോ കൊടുത്തു. നമ്മൾ പോവും. നമ്മളെ ആ കാരക്കാരനോട് ഞാൻ അന്ന് ചോദിച്ചാ കൂടുതലേ രണ്ടാമതിനാ സാധ്യത. പുലിയുടെ വശപ്പ് മാറി തരാം. അപ്പോൾ ക്യാറ്റ് ക്ലോത്ത്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഈ പൂക്കൾ ഇത് ആ മരത്തിൻ്റെ മുകളിൽ വരെ ഉണ്ട്. തേക്കയിലും തെങ്ങയിലും എല്ലാം പടർന്ന് പന്തലിച്ച് പൂത്ത് കിടക്കുന്ന മനോഹരമായ കാഴ്ച. നിങ്ങളെ നമ്മുടെ ഈ പൂക്കളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് 100% അറിയാം. കാരണം ഇത്രയും വർണ്ണാഭമായ കാഴ്ച മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ കിട്ടത്തില്ല. നമ്മുടെ കൂട്ടിക്ക പഞ്ചായത്തിലെ തേമ്പുഴ ഭാഗത്താണ് ഇത് കൂടുതലുള്ളത്. തേമ്പുഴയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഗോപിച്ചൻ ടോമിൻ്റെ വീട്ടിലാണ് ഇതുള്ളത്. നമുക്ക് ഇത് റോഡിൽ കൂടി ബസ്സിൽ വരുമ്പോഴും മറ്റു വാഹനങ്ങളിൽ വരുമ്പോഴെല്ലാം ഇത് ആസ്വദിക്കാൻ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആസ്വദിക്കുക. ഇതിൻ്റെ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ചെടികളിൽ കൂടുതലായി പൂ ഉടൻ തന്നെ ഉണ്ടാവും. 2 ദിവസത്തിന് പൂർണ്ണമായിട്ട് പൂക്കും. അന്നേരം നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും. നല്ലൊരു സ്കീമാണ്. അറിയോ മുട്ടൊക്കെ തൊട്ട് വെല്ലുന്നവരാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അടിപൊളിയാണ്. പാട്ടിടാൻ പറ്റിയല്ലോ. പാട്ടിട്ടാ കോപ്പറേറ്റ് ഇല്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അത് പോവാ. പക്ഷേ ഇതിൻ്റെ ഇറപ്പ് പോകുന്നതായിരിക്കും. നമ്മളെ സഹിക്കാനുള്ള പോകുന്നത് സതി എന്താ രസമല്ലടാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആ കാഴ്ചയും ഭംഗിയൊക്കെ ആസ്വദിക്കാതെ നമ്മൾ ഊട്ടിക്ക് പോകും. കാശ് മുടക്കി ഇല്ലേ? മസനഗുഡി വഴി ഊട്ടി. ഇവിടെ നമ്മുടെ ഇവിടുത്തെ കാഴ്ച എന്നെ സുന്ദരമാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ബസ്സേ ഇരിക്കുന്നതിൻ്റെ. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല കമൻറ്റാണ് അതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ തേമ്പുഴ ഭാഗമാണ്. തേമ്പുഴ ഗേറ്റ് അവിടെ വെട്ടമില്ല, കിട്ടത്തില്ല. നമ്മുടെ തേമ്പുഴ ഗേറ്റിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ നമ്മുടെ തങ്ങളുപാറ, അതുപോലെ വാഗമണ്ണ്, വാച്ച് ടവറും അവിടുത്തെ ഗ്ലാസ് പെട്ടിയൊക്കെ ഇവിടെ നോക്കിയാൽ കാണുന്നതാണ്. അവിടുത്തെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ പുത്തേട്ട് ട്രാവൽ ബ്ലോഗുകാരിങ്ങനെയാണ്. അവർ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് പോലെ കളയാതെ ഇതിനെക്കുറിച്ച് അവർ വീഡിയോ സംസാരിച്ച് മൈക്ക് വെച്ച് സംസാരിച്ച് പോകുന്ന വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അതുപോലെ സപ്പോർട്ട് ചില നമ്മുടെ കൂട്ടുകാരൊക്കെ വണ്ടി കൊണ്ട് വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ സംസാരിക്കുന്നില്ല. എത്ര സംസാരിക്കാൻ പറഞ്ഞാലും സംസാരിക്കുകയില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിയായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ പോകുന്ന കാണുന്ന വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ട്രാവൽ ബ്ലോഗൊക്കെ കാണാനും ഒക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയ്യിൽ എണ്ണിയാൽ ഒതുങ്ങുന്നതിനപ്പുറം സബ്സ്ക്രൈബേഴ്സാണ്. നമ്മളൊരു യൂട്യൂബർ എന്ന് പറയാൻ പോലും പറ്റത്തില്ല. കാരണം നമുക്ക് ഒരു
1400 സബ്സ്ക്രൈബേഴ്സ് വരും. പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മളെ ക്ലിക്കായാൽ അവിടെ നിന്നൊരു സബ്സ്ക്രൈബേഴ്സൊക്കെ കുതിച്ചു വരാൻ അധികം താമസമൊന്നുമില്ല. നമ്മുടെ ഹരിതകർമ്മസേന എല്ലാ കളക്ഷനൊക്കെ ശേഖരിച്ച് കൊണ്ട് വയ്ക്കുന്ന ഭാഗമാണ്. ഒരു ആശുപത്രിപ്പടി എത്തി, എനിക്ക് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഒരു മരുന്ന് മേടിക്കണം. അതിനുശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമ്മൾ വീണ്ടും യാത്ര തുടരും. യാത്രയിൽ നമുക്ക് എല്ലാ സപ്പോർട്ടും തന്ന് വണ്ടിയെടുത്ത് സ്വന്തം വണ്ടിയെടുത്ത് നമ്മളെ ആ വീഡിയോ എടുക്കാനായി കൊണ്ട് സനിമോനാണ് നമ്മളെ കൂടുതൽ വിളിക്കുന്നത്. ആ സനിമോനുള്ള നന്ദി പ്രത്യേകം നമ്മൾ രേഖപ്പെടുത്തും. ഓക്കെ.